നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ കലാസർഗ വാസനകളുടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പ്രതിരോധം തീർക്കണമെന്ന് മന്ത്രി കെ രാജൻ. പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് മണ്ണുത്തിയിൽ തടസ്സം സൃഷ്ടിച്ച അനീഷ് എബ്രഹാമിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. പുത്തൂർ പഞ്ചായത്തിലെ പുനർനിർമ്മാണം നടത്തിയ പൗണ്ട് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ അതിരൂപതയിലെ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാർക്കുള്ള നേതൃത്വ ക്യാമ്പ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കലോത്സവ പ്രതിഭകൾ തൃശൂരിന്റെ അഭിമാനമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് തൃശൂരിന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ച പ്രതിഭകൾ അഭിമാനമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളെ ആദരിക്കുന്ന സുവർണോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ കലാസർഗ വാസനയിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പ്രതിരോധം തീർക്കണം. അപകടകരമായ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ നമുക്ക് കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലാപരിശീലനങ്ങൾ വിശാല മാനവികതയാണ് പകർന്നു തരുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിച്ച സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സൗഹൃദമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനും സഹജീവി സ്നേഹത്തിൽ വളരാനും കലകൾ കൊണ്ട് സാധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കല കൊണ്ട് പുതിയ മാതൃകകൾ തീർക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഠിന പ്രയത്നം കൊണ്ട് അഭിമാന നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ മന്ത്രി അനുമോദിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും കലാപരിപാടികളും നടന്നു. വിദ്യാർത്ഥികളുടെ പഞ്ചവാദ്യ അകമ്പടിയോടെ ടൗൺ ഹാളിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലേക്ക് ഘോഷയാത്രയും മെഗാ ഫോട്ടോ സെഷനും നടന്നു. P. ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK ഡേവിസ്, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി സ്വാഗതവും തൃശൂർ DEO ഡോക്ടർ A. അൻസാർ നന്ദിയും പറഞ്ഞു. സ്വീകരണത്തിന്റെ ഈ സ്വർണോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അവാർഡ് നൽകലും ഇവിടെ അനുവദിക്കാനാകുന്ന വിധത്തിലുള്ള ചില കലാപരിപാടികൾ കൂടി അവതരിപ്പിക്കലുമൊക്കെയാണ് ഈ സുവർണോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 26 വർഷത്തിന് ശേഷം സാംസ്കാരിക തലസ്ഥാനത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് നമ്മുടെ സ്വർണ്ണക്കപ്പ് വന്നിരിക്കുകയാണ്. 117.5 പവൻ സ്വർണം കപ്പായി. ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിൽ ഇത്തവണ ആ സ്വർണ്ണക്കപ്പ് മുത്തിയ ജില്ലയുടെ പേര് കാലമുള്ളിടത്തോളം കാലം രേഖപ്പെടുത്തും. അത് നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലയാണ്. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കപ്പ് ഔപചാരികമായി സ്വർണത്തിന്റെ കപ്പാണെന്നുള്ളത് കൊണ്ട് ട്രഷറിയിൽ കൂട്ടിവെക്കുമെങ്കിലും ആ സ്വർണ്ണക്കപ്പിന്റെ യഥാർത്ഥ അവകാശികൾ 1000-ലേറെ വരുന്ന തൃശ്ശൂർ ജില്ലയിലെ നാളത്തെ അഭിമാനമായി മാറിയിട്ടുള്ള നമ്മുടെ പ്രതിഭകളാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഞാൻ അവരെല്ലാവരെയും കേരള സർക്കാരിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞ പ്രശ്നങ്ങളാണ്. അജയകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ തിരശ്ശീല വീഴുന്ന സമയത്ത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു ആദി ഉണ്ടായിരുന്നു. സമ്മാനം അവസാനം ഉറച്ചു. ഇനി പാലക്കാടുമായിട്ട് ഒരു ചെറിയ പോയിന്റ് നിലയുടെ താരതമ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് നിന്ന് ഞാനും കളക്ടറും DD വിളിച്ചു. DD ജീവൻ പോയാൽ രംഗപ്രവേശം ചെയ്യുന്നില്ല, തീരുമാനം അറിഞ്ഞിട്ടേ വേദിയിലേക്ക് വരൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ആ തീരുമാനം അറിയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അവിടെ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള കുട്ടികൾ മാത്രമല്ല മുഴുവൻ മനുഷ്യരും ആനന്ദം കൊണ്ട് ഹൃദയം നിറഞ്ഞ അഭിമാനകരമായിട്ടുള്ള ഈ കലോത്സവ വിജയത്തിന് നമ്മൾ പ്രാപ്തരായി.
വാങ്ങണം. ഈ മാനേജർ രശ്മി ടീച്ചർ ഉൾപ്പെടെയുള്ള വിദ്യാലയത്തിൽ നിന്ന് വന്നുള്ള സാദിഖ് മാഷ്, പ്രദീപ് മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകര്, പ്രധാന അധ്യാപകർ കിരൺ മാഷ്, ശ്രീജിഷ് മാഷ് തുടങ്ങിയവർ വേദിയിലേക്ക് വരും. ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ നാളെ പെരുന്നാൾ. സൗദിയിൽ ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെ റമദാൻ 29 പൂർത്തിയാക്കി വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഒമാനിൽ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ. മക്കയിൽ പെരുന്നാൾ നമസ്കാരം രാവിലെ 6:30. അതേസമയം ഷവ്വാൽ പിറ കാണാത്തതിനാൽ ഒമാനിൽ തിങ്കളാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ എന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. റമദാൻ 30 പൂർത്തീകരിച്ചാണ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ കൈമാറിയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമായിരിക്കും വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങുക. മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് വിപുലമായ സൗകര്യമായിരുന്നു രാജ്യത്ത് ഒരുക്കിയിരുന്നത്. പുത്തൂർ പഞ്ചായത്തിലെ പുനർനിർമ്മാണം നടത്തിയ പൗണ്ട് റോഡിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെട്ട പൗണ്ട് റോഡ് 5 മീറ്റർ വീതിയിലും 2 കിലോമീറ്റർ ദൂരത്തിലുമാണ് പുനർനിർമ്മിച്ചത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ 72 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് പണികൾ നടത്തിയത്. കരാർ ഏറ്റെടുത്ത് 2 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ചു. റോഡ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, വാർഡ് മെമ്പർ PS സജിത്ത്, ജയരാജ് ചക്കേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എത്രയായിരുന്നു എന്ന് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ റോഡ് 5 മീറ്റർ വീതിയിലുള്ളൊരു റോഡ് വേണമെന്ന ആശയത്തിന് പുറത്തുണ്ടായില്ല. നേരത്തെയുള്ള റോഡിൽ നിന്ന് കുറച്ചുകൂടി റോഡിന് വീതി കൂടി. 1 കോടി രൂപയാണ് ഈ റോഡിന്റെ നിർമ്മാണ ചെലവായിട്ട് നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം 1 കോടി രൂപയുടെ റോഡ് അനുവദിച്ചാൽ അതിൽ 18 ലക്ഷം രൂപ GST കേന്ദ്ര ഗവൺമെന്റ് പിടിക്കും. എനിക്ക് തോന്നുന്നു 82 ലക്ഷം രൂപ പിന്നെ അടങ്ങുന്ന തുകയിൽ ഇവിടെ ഉണ്ടായിരുന്നു. 72 ലക്ഷം രൂപയ്ക്കാണ് ബിലോ ആണ് ടെൻഡർ എടുത്തത്. അബോവ് അല്ല, ബിലോ ആണ് ടെൻഡർ എടുത്തത്. പക്ഷെ വളരെ വേഗത്തിൽ പിന്നെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായി. ഇത്ര വേഗത്തിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞാൽ അത് പ്രോത്സാഹനമാകുമെന്നുള്ളത് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, ഞങ്ങൾ പോലും വിചാരിച്ചില്ല എത്ര വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന് പ്രത്യേകമായ അഭിനന്ദനം നേരുന്നു. എന്റെ കേരളം പ്രദർശന വിപണനമേള മെയ് 18 മുതൽ 24 വരെ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ നടക്കും. മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. സംസ്ഥാന സർക്കാരിന്റെ ജില്ലയിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമുള്ള അവസരം വിവിധ വകുപ്പുകൾക്ക് നൽകുകയാണ് മേളയുടെ ലക്ഷ്യമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. വ്യത്യസ്തമായ മോഡലുകൾ പ്രദർശിപ്പിക്കുന്നതിന് വകുപ്പുകൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് പ്രദർശന വിപണന മേള ഒരുക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കലാസാംസ്കാരിക പരിപാടിയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരെ ഉൾപ്പെടുത്തുവാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം മെയ് 14-ന് തൃശൂരിൽ നടക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിന് 13 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ 9 വർഷത്തെ നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് തീം സ്റ്റാളുകൾ ഒരുക്കുക. ജില്ലയിലെ എല്ലാ വകുപ്പുകളുടെയും സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. മേയർ MK വർഗീസ്, AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, റൂറൽ SP B കൃഷ്ണകുമാർ, ADM T മുരളി, സബ് കളക്ടർ അഖിൽ V മേനോൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, PRD റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VR സന്തോഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ, ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് നേരെ തടസ്സം സൃഷ്ടിച്ചയാൾക്കെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. തൃശൂർ എളനാട് സ്വദേശി അനീഷ് എബ്രഹാമാണ് വാഹന വ്യൂഹത്തിനിടയിൽ കാർ കയറ്റി ബ്ലോക്ക് ചെയ്തത്. പോലീസ് ഇടപെട്ട് വാഹനം മാറ്റിയപ്പോൾ പോലീസിന് നേരെ തട്ടിക്കയറി.
വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ചതിന് അനീഷിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. വാഹനവ്യൂഹത്തിന് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. തൃശൂർ കോർപ്പറേഷന്റെ 250-ാം പദ്ധതി പാത്തിപ്പാലം കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് മേയർ MK വർഗീസ് നാടിന് സമർപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SC ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ധനേഷ്, നിക്സൺ എന്നിവർ സംസാരിച്ചു. പിയൂസ് സ്വാഗതവും സുന്ദരൻ നന്ദിയും പറഞ്ഞു. പട്ടികജാതി ക്ഷേമ സമിതി മണ്ണുത്തി ഏരിയ പഠന ക്യാമ്പ് CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ കൊച്ചനിയൻ ഹാളിൽ ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സുരേഷ് പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ഉപവർഗീകരണം, സുപ്രീം കോടതി വിധിയും പ്രത്യാഘാതങ്ങളും, PKS നിലപാടും എന്ന വിഷയത്തിൽ PK മോഹനൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം മിനി രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മാലിന്യമുക്ത കേരളം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CPM മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂക്കര കുന്നത്തുംകരയിലെ പാലക്കുഴിക്കുളം ശുചീകരിച്ചു. കാടും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയാതെ കിടന്നിരുന്ന കുളമാണ് CPMന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ നിർവഹിച്ചു. PV ഗിരീഷ് അധ്യക്ഷനായി. CPIM ഒല്ലൂക്കര ലോക്കൽ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം പ്രിയ മണികണ്ഠൻ, കോർപ്പറേഷൻ കൗൺസിലർമാരായ ഷീബ ജോയ്, സുബി സുകുമാർ, പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി. ലോക്കൽ കമ്മിറ്റി അംഗം ജീസ് ജോർജ് നന്ദി പറഞ്ഞു. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഖരമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലെമ്പാടും വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് CPMന്റെ നേതൃത്വത്തിൽ. പിന്നെ മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവൃത്തിയാണെന്ന് ഒല്ലൂക്കര ലോക്കൽ കമ്മിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ശോചനീയാവസ്ഥയിലുള്ള കുളം വൃത്തിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത്. അത് CPM വളരെ മാതൃകാപരമായി ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലും വാർഡ് തലങ്ങളിലെല്ലാം വ്യാപിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല.
പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. മയക്കുമരുന്നിനെതിരെ മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി ഇടവക പ്രതിജ്ഞയെടുത്തു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് വിരുദ്ധ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചത്. മയക്കുമരുന്ന് മുക്ത കേരളം എന്ന ലക്ഷ്യവുമായി മയക്കുമരുന്ന് മരണമാണ് എന്ന സന്ദേശവുമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഇടവകയിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് AKCCയുടെ നേതൃത്വത്തിൽ നടത്തി. വികാരി റവറന്റ് ഫാദർ ഡേവിസ് ചിറമൽ, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ നിതിൻ പൊന്നാരി, AKCC പ്രസിഡന്റ് നോബി മേനാച്ചേരി, ഷീല സൈമൺ, രാജീവ് ചക്കാലമുറ്റം, ഡിജു ദേവസി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ആന്റോ വി മാത്യു, കൈക്കാരന്മാരായ ജോണി, ആന്റു, സണ്ണി, ജോയ് എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഏകദേശം 50ഓളം പേർ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട റാക്കറ്റിൽപ്പെട്ടവർ അവിടെയുണ്ട്. അതിൽ തൊഴിലാളികളായി വന്നിരിക്കുന്ന ഏകദേശം 150ഓളം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അമിതമായി മക്കളെ സ്നേഹിക്കുന്നവർ. നമ്മുടെ മക്കൾ പഴയതുപോലെയൊന്നല്ല. 10-12 മക്കളുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി നമ്മൾ ആഗ്രഹിക്കുന്ന ലഹരി വിരുദ്ധ സമൂഹം ജീവിതത്തിനെ വെല്ലുവിളി ഉയർത്തി തലമുറകളെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ ഞാൻ പോരാടും. മയക്കുമരുന്നിൽ മരണമാണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങളിൽ ഞാൻ പങ്കുചേരുന്നു. കുടുംബങ്ങളെ തകർക്കുന്ന ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന എന്റെ ഭാവിയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും അന്തസ്സും അഭിമാനവും ആരോഗ്യവും കവർന്നെടുക്കുന്ന ലഹരി. ജവഹർ ബാലഭവനിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. തൃശൂർ ബാലഭവന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയുടെ ഭാഗമാകാൻ ഏപ്രിൽ-മെയ് 2 മാസക്കാലത്തേക്ക് MSW സോഷ്യൽ വർക്ക് ഡിഗ്രി വിദ്യാർത്ഥികളിൽ നിന്നും ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നവർക്ക് ബാലഭവൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബാലഭവൻ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487 2332 909. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാർക്കുള്ള നേതൃത്വ ക്യാമ്പ് കുരിയച്ചിറ സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. 200 ഇടവകകളിൽ നിന്നായി 3000-ഓളം ഭാരവാഹികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ട്വിങ്കിൾ ഫ്രാൻസിസ് വാഴപ്പള്ളി സ്വാഗതവും കൺവീനർ ഷിജോ മാത്യു നന്ദിയും പറഞ്ഞു. വികാരി ജനറൽമാരായ ജോസ് കോനിക്കര, ജെയ്സൺ കൂനമ്പ്ലാക്കൽ, ബിജു കുണ്ടുകുളം, ജോഷി വടക്കൻ, ജെയ്സൺ മാണി എന്നിവർ സംസാരിച്ചു. സ്കോൾ കേരള ഏപ്രിൽ 15 വരെ അപേക്ഷിക്കാം. സ്കോൾ കേരള മുഖേന സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഡൊമിസിലിയറി നഴ്സിംഗ് കെയർ കോഴ്സ് 2ാം ബാച്ചിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 100 രൂപ പിഴയോടുകൂടി ഏപ്രിൽ 15 വരെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ മാർഗനിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. ഓൺലൈനായി ഇതിനകം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും അനുബന്ധ രേഖകളും
2 ദിവസത്തിനകം സംസ്ഥാന ജില്ലാ ഓഫീസുകളിൽ നേരിട്ടോ തപാൽ മാർഗമോ എത്തിക്കേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു. ഫോൺ നമ്പർ 0471234295. തൃശൂർ ജില്ലാ CBSE നൽകുന്ന അധ്യാപക പുരസ്കാരം AD ഷാജു മാസ്റ്റർക്ക് ലഭിച്ചു. അധ്യാപനം, സംഘാടനം, എഴുത്ത്, സാമൂഹ്യ സേവനം, മീഡിയ എന്നീ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം. ദേവമാതാ സ്കൂളിലെ +2 അധ്യാപകനാണ്. അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അജണ്ട കമ്മിറ്റി അംഗവും അതിരൂപത സീനിയർ CLC ജനറൽ കോർഡിനേറ്ററുമാണ്. 20 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. സംസ്ഥാന PTA മികച്ച മലയാള ഭാഷാ അധ്യാപക പുരസ്കാര ജേതാവ് കൂടിയാണ്. ദേശീയ തലത്തിൽ ഭാരത് എക്സലൻസ് പുരസ്കാരവും സ്വർണ്ണ മെഡലും ലഭിച്ച എഴുത്തുകാരനാണ്. 25 വർഷമായി അധ്യാപകനായി സേവനം ചെയ്യുന്നു. മലയാളത്തിലും ജേർണലിസത്തിലും MAയും B.Edും കരസ്ഥമാക്കിയിട്ടുണ്ട്. 20 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. സ്വപ്നം, മക്കൾക്കൊപ്പം, അമ്മ മാലാഖ എന്നിവ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 2 ചെമ്പൂത്രയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് PP രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഒല്ലൂർ MLAയും സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സാവിത്രി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ET ജലജൻ മുഖ്യാതിഥിയായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ്യ രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല 2025-26 വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ നേതാക്കളെ ആദരിക്കൽ ചടങ്ങും ഇഫ്താർ സംഗമവും മെമ്പർമാർക്കുള്ള ക്ലാസും വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്നു. ഡെന്നി പാർലിക്കാടിന്റെ ക്ലാസോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന കാർഡ് വിതരണം AKPA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ മുതിർന്ന അംഗങ്ങളായ ജോർജ്, ശ്രീധരൻ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് PV മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ, ജില്ലാ ഇൻചാർജ് അജയൻ ചേലക്കര, ജില്ലാ കമ്മിറ്റി അംഗം രാഹുൽ കല്ലമ്പാറ, മേഖലാ ജോയിന്റ് സെക്രട്ടറി മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി സ്വാഗതവും മേഖലാ ട്രഷറർ പ്രസാദ് അത്താണി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇഫ്താർ സംഗമവും നടന്നു. നിരവധി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങളുടെ ഭാരവാഹികൾക്ക് കിട്ടിയത് ഈ ID കാർഡ് ID കാർഡിന്റെ പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെ നമ്മൾക്ക് മുൻകാലങ്ങളിൽ നമ്മുടെ അഡ്രസ്സും ആ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ കാർഡ് മുറുകി കിട്ടുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എല്ലാവരും പുതിയ ഫോട്ടോസുകൾ കൊടുത്തു വേണം നമുക്ക് ID കാർഡ് പുതുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിന്നിരുന്നു. എന്താണ് ആശങ്ക? നമ്മളോട് ചോദിച്ചാൽ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം ഫോട്ടോ. അപ്പൊ മെമ്പർമാരെല്ലാവരും പറഞ്ഞ സമയത്തിന് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ID കാർഡിന്റെ പ്രവർത്തനം നീണ്ടുപോകുമെന്നുള്ള ഒരു ആശങ്ക ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ മേഖലാ നേതൃത്വത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ മെമ്പർമാരും സമയക്രമം പാലിച്ച് ആ ഫോട്ടോ അയച്ച് കൊടുത്തതുകൊണ്ടും
നിങ്ങളുടെ മേഖലയ്ക്ക് അത് പറഞ്ഞ ഡേറ്റിന് തന്നെ ആ ID കാർഡിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കൂടി അതിൻ്റെ ഒപ്പം പ്രവർത്തിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ടൈമിങ്ങിന് ഇത് കഴിയാനായിട്ട് അവസരമൊരുക്കിയത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മേഖലാ കമ്മിറ്റിയുടെ കൂടെ തന്നെ എല്ലാ മെമ്പർമാർക്കും അഭിനന്ദനങ്ങൾ ജില്ലാ കമ്മിറ്റിയുടെ അറിയിക്കുകയാണ്. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് പള്ളി CLC സംഘടനയുടെ നേതൃത്വത്തിൽ 463ാമത് ലോക CLC ദിനാഘോഷം ഇടവക വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ പതാക ഉയർത്തി ആഘോഷിച്ചു. പൊങ്ങണങ്കാട് CLC സംഘടനയ്ക്ക് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്തി ശക്തിയോടെ മുന്നോട്ടു പോകാൻ പ്രാർത്ഥന ആശംസകളും സ്നേഹവും എന്നും ഉണ്ടാകുമെന്ന് ആശംസാ പ്രസംഗത്തിലൂടെ വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ പറഞ്ഞു. സീനിയർ CLC പ്രസിഡന്റ് ജോമോൻ പല്ലൻ, കൈക്കാരൻ ജോഷി ചെറുമഠം, ജോഷി മാരിപ്പുറത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് യൂത്ത് CLC പ്രസിഡന്റ് അനിൽ ജോസ് പ്രതിജ്ഞ ചൊല്ലി. ലോക CLC ദിനത്തിൽ പങ്കെടുത്ത ജൂനിയർ, യൂത്ത്, സീനിയർ CLC അംഗങ്ങൾക്ക് പ്രത്യേക നന്ദിയും അറിയിച്ചു. തുടർന്ന് മധുര വിതരണം നടത്തി. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ 6 പേർക്കെതിരെ കാപ്പ ചുമത്തി കാപ്പ നിയമപ്രകാരം നടപടികൾ സ്വീകരിച്ചു. ധനേഷ്, ഷാബിദ്, അമീൻ, വൈശാഖ്, തനൂഫ്, തിലേഷ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 31 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. ആകെ 68 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 37 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുള്ള നടപടികൾ സ്വീകരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ പനങ്ങാട് പൊഴങ്കാവ് സ്വദേശി ചെന്നാറ വീട്ടിൽ മുത്തു എന്ന് വിളിക്കുന്ന ധനേഷിനെ 1 വർഷത്തേക്ക് നാടുകടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ട കയ്പമംഗലം സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിദ്, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ട കരൂപ്പടന്ന സ്വദേശി മാക്കാന്തറ വീട്ടിൽ അമീൻ എന്നിവരെ കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് നാടുകടത്തി. ഷാബിദിന് മതിലകം, വലപ്പാട്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ 4 അടിപിടി കേസുകളും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 2 കേസുകളും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനുള്ള 1 കേസും ലഹരി ഉപയോഗിച്ചതിനുള്ള 1 കേസും അടക്കം 8 ക്രിമിനൽ കേസുകളുണ്ട്. അമീന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2 അടിപിടി കേസുകളും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2023 24 ഓരോ അടിപിടി കേസുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഗുണ്ടകളായ ലോകമലേശ്വരം തിരുവള്ളൂർ സ്വദേശി കൊറാശ്ശേരി വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന വൈശാഖ്, ലോകമലേശ്വരം കാരൂർ മഠം സ്വദേശി കുന്നത്തുപടിക്കൽ തനു എന്ന് വിളിക്കുന്ന തനൂഫ്, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ട കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി കുതിരപ്പുള്ളി വീട്ടിൽ തിലേഷ് എന്നിവരെ കാപ്പ പ്രകാരം 6 മാസത്തേക്ക് ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ വന്ന് ഒപ്പുവയ്ക്കുന്നതിനും ഉത്തരവായി. വൈശാഖിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസും 4 അടിപിടി കേസുകളും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 1 കേസും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള 1 കേസും അടക്കം 7 ക്രിമിനൽ കേസുകളുണ്ട്. തനൂഫിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 1 വധശ്രമ കേസും 4 അടിപിടി കേസും ലഹരി ഉപയോഗിച്ചതിന് 3 കേസുകളും അടക്കം 8 ക്രിമിനൽ കേസുകളുണ്ട്. തിലേഷിന് കാട്ടൂർ, ഇരിങ്ങാലക്കുട, പഴയന്നൂർ, ആലപ്പുഴ, രാമങ്കരി പോലീസ് സ്റ്റേഷനുകളിലായി 2 വധശ്രമ കേസുകൾ, 7 അടിപിടി കേസുകൾ, ലഹരി ഉപയോഗിച്ചതിന് 2 കേസുകൾ, 1 തട്ടിപ്പ് കേസും അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊടുങ്ങല്ലൂർ DYSP VK രാജു, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിൻസി തോമസ്, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു, പ്രവീൺ ഭാസ്കർ, പ്രിയ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, ASI സുമേഷ് ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജു, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയകുമാർ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾ കലാസർഗ വാസനകളിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പ്രതിരോധം തീർക്കണമെന്ന് മന്ത്രി K. രാജൻ. പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് മണ്ണുത്തിയിൽ തടസ്സം സൃഷ്ടിച്ച അനീഷ് എബ്രഹാമിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. പുത്തൂർ പഞ്ചായത്തിലെ പുനർനിർമ്മാണം നടത്തിയ പൗണ്ട് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. തൃശൂർ അതിരൂപതയിലെ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാർക്കുള്ള നേതൃത്വ ക്യാമ്പ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.